എഫേസ്യ ലേഖനം 1-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. ക്രിസ്തുവിൻ്റെ അപ്പോസ്തലത്വം ദൈവേഷ്ടത്താലുള്ളതും ദൈവേഷ്ടത്താൽ ക്രിസ്തുവേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് എന്ന് തുടങ്ങുന്ന 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന അപ്പോസ്തലത്വം കൃപാദാനവുമാണെന്ന് റോമർ 1:5-6 എഫേസ്യ ലേഖനം 3:7-8 വാക്യങ്ങളും വെളിപ്പെടുത്തുന്നു. അപ്പോസ്തലം എന്നതിന് സമാനമായ ആശയം 1 കൊരിന്ത്യർ 1:1, 2 കൊരിന്ത്യർ 1:1, കൊലോസ്യർ 1:1, ഗലാത്യർ 1:1 പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോസ്തലൻ്റെ അധികാരം ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് അപ്പോസ്തലത്വം കൃപാദാനമാണ് എന്ന വചനത്തിലൂടെയും ഗലാത്യർ 1:1 മനുഷ്യരിൽ നിന്നല്ല മനുഷ്യനാലുമല്ല യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രവേ എന്ന പ്രഖ്യാപനത്തിലൂടെയും ശ്ലീഹ ഉറപ്പിച്ചു പറയുന്നു. അപ്പോസ്തലനെങ്കിലും സ്വയം താഴ്ത്തിക്കൊണ്ട് മനുഷ്യൻ്റെ കഴിവുകൾ ദൈവത്തിൻ്റെ ദാനമാകുന്നു എന്ന് വിനയപൂർവ്വം സ്മരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുഹിതത്താലെന്ന് 5 പ്രാവശ്യം കൂടി പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനത്തിൽ ആവർത്തിക്കുന്നു. മനുഷ്യൻ്റെ കഴിവുകൾ ദൈവത്തിൻ്റെ ദാനമാകുന്നുവെന്ന അപ്പോസ്തലൻ്റെ ഏറ്റുപറച്ചിൽ ഔന്നത്യത്തിലേക്കുള്ള പടവുകളായിത്തീർന്നു. ദൈവേഷ്ടത്തിനായി താഴ്ത്തി സമർപ്പിച്ച അപ്പോസ്തലനെ ദൈവം എടുത്തുപയോഗിക്കുന്നു. ദൈവേഷ്ടത്താൽ അപ്പോസ്തലത്വത്തിനായി ലഭിച്ച വിളി ക്രിസ്തുവിൽ സർവ്വമനുഷ്യരെയും ക്രിസ്തീയ സമൂഹമായി രൂപം നൽകുവാനുള്ള ദൈവത്തിൻ്റെ നിത്യപദ്ധതിയാണെന്നുള്ള എഫേസ്യ ലേഖന സന്ദേശം ആദ്യം തന്നെ ഇവിടെ മുഴങ്ങുന്നു. പ്രിയമുള്ളവരെ, നമുക്കും ലഭിച്ചിരിക്കുന്ന കഴിവുകൾ സ്വയം നേടിയതല്ല, എല്ലാം ദൈവത്തിൻ്റെ ദാനമാകുന്നുവെന്നും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരുന്ന ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായി നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കുവാൻ നാം കടപ്പെട്ടിരിക്കുന്നുവെന്നും യേശുക്രിസ്തു തൻ്റെ ജീവൻ കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നതിനാൽ ദത്തൃപുത്രന്മാരായ നാം ഇനിയും താന്താങ്ങൾക്കുള്ളവരല്ല, പിന്നെയോ മാനവജാതിക്ക് ക്രിസ്തുവിൻ്റെ വെളിച്ചം പകരുന്നവരും അവരെ അവിടുത്തെ മക്കളും ആക്കി തീർക്കുവാൻ വേണ്ടി നല്ല വേലക്കാരായിരിക്കുവാനുമായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നതെന്ന് ഓർക്കുക. അവിടുത്തെ 2-ാമത്തെ വരവിങ്കൽ ലജ്ജിച്ചു പോകാതിരിപ്പാൻ യജമാനൻ്റെ വരവിനായി കൃപയാൽ പ്രയത്നിക്കാം. ഒരുക്കത്തോടെ നാം കാത്തിരിക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.